അതിർത്തിയിൽ പോരാട്ടം കനക്കുന്നു. ഇതുപോലൊരു തിരിച്ചടി ഒരിക്കലും പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇന്ത്യ എന്താണെന്നും ഇന്ത്യക്ക് എന്തൊക്കെ സാധിക്കുമെന്നും നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്നു. അയൽക്കാർ തമ്മിലുള്ള പോരാട്ടം ലോക ഭൂപടത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്ക, റഷ്യ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യക്കാണ്. തുർക്കിയും ചൈനയും പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാനെയാണ്. പാകിസ്ഥാൻ ഇരവാദം മുഴക്കുമ്പോഴും പൊള്ളയായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും അതിനെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് ലോകരാജ്യങ്ങളുടെ പിന്തുണ നേടിയെടുക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. അതിശക്തമായ ആയുധങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഇന്ത്യൻ സേന. ഏത് ശത്രുവും ഭയക്കുന്ന നമ്മുടെ ആയുധങ്ങളിൽ ചിലത് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയുടെ ശക്തമായ എതിർപ്പുകളെ അവഗണിച്ച് ഉപരോധങ്ങളെ മറികടന്നുകൊണ്ട് നമ്മൾ റഷ്യയിൽ നിന്നും സ്വന്തമാക്കിയ S-400 ട്രയംഫ് എന്ന എയർ ഡിഫൻസ് സിസ്റ്റമാണ്. സുദർശൻ ചക്ര എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. പാകിസ്ഥാൻ ഇന്ത്യയിലെ 15 സ്ഥലങ്ങൾ ആക്രമിച്ചപ്പോൾ അതിലൊരെണ്ണം പോലും നിരത്തി വീഴാതെ തകർത്ത് കളയാൻ നമ്മെ സഹായിച്ചത് ഈ പ്രതിരോധ സംവിധാനമാണ്. ശ്രീകൃഷ്ണന്റെ സുദർശന ചക്രം പാണ്ഡവരെ സംരക്ഷിച്ച പോലെ ഈ സുദർശൻ ചക്ര ശത്രുക്കളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നു. ഇന്ത്യൻ നാവികസേനയിലെ കരുത്തർ INS വിക്രമാദിത്യ, INS വിക്രാന്ത് എന്നീ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ആണ്. INS വിക്രമാദിത്യ നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ INS വിക്രാന്ത് നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. ഈ 2 വിമാനവാഹിനി കപ്പലുകൾ ഇന്ത്യൻ സേനയ്ക്ക് കരുത്ത് പകരുമ്പോൾ പാകിസ്ഥാന്റെ കയ്യിൽ ഒരു വിമാനവാഹിനി കപ്പൽ പോലും ഇല്ല എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. ഇസ്രായേലിൽ നിന്നും നമ്മൾ വാങ്ങിയ ഹാരോപ്പ് ഡ്രോണുകളും ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ റാഫേൽ ജെറ്റുകളും എപ്പോഴും ശത്രുക്കളുടെ പേടി സ്വപ്നമാണ്. ഹാരോപ്പ് ഡ്രോണുകൾ ഉപയോഗിച്ച് നമ്മൾ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. ഇന്ത്യൻ ആയുധശേഖരത്തിൽ വലിയ പേരുകൾ ഇനിയുമുണ്ടെങ്കിലും ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് ഇന്ത്യൻ പട്ടാളക്കാരുടെ ചങ്കൂറ്റം തന്നെയാണ്. ലോകത്ത് ഏത് ശക്തിയെയും വിറപ്പിക്കാൻ ശേഷിയുള്ള സുസജ്ജമായ ഒരു സേനയാണ് നമുക്കുള്ളത്. അതിർത്തിയിൽ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ഇന്ത്യ ആയിട്ട് തുടങ്ങിയതല്ല. ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. എങ്കിലും ഇങ്ങോട്ട് വന്ന് നമ്മുടെ പൗരന്മാരെ ആക്രമിച്ചവർക്ക് ശക്തമായ മറുപടി നൽകിയേ പറ്റൂ. നമ്മുടെ സഹോദരന്മാരുടെ കണ്ണീരിന് പകരം ചോദിക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം കാക്കണം. ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾക്ക് ഏക പരിഹാരം പാകിസ്ഥാൻ പ്രകോപനങ്ങൾ അവസാനിപ്പിക്കുക എന്നത് മാത്രമാണ്. തീവ്രവാദം അവസാനിപ്പിച്ച് നല്ല അയൽക്കാരായി മാറിയാൽ ഏത് സഹായത്തിനും ഇന്ത്യ ഉണ്ടാകും. ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്ന, സഹായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത്. ഈ അവസരത്തിൽ നാം ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് നമ്മെ സംരക്ഷിക്കുന്ന നമ്മുടെ ജവാന്മാരോടാണ്. അവരുടെ ത്യാഗത്തിന്റെ ഫലമാണ് നമ്മുടെ സുരക്ഷിതത്വം. അതിർത്തിയിൽ പോരാടുന്ന ഓരോ പട്ടാളക്കാർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം.